Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. മാം പറയുന്നത് ക്ലിയർ അല്ല. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാം. കുറച്ച് സ്റ്റുഡൻസ് കൂടി വരട്ടെ കേട്ടോ. 27 പേരായിട്ടുള്ളൂ. Good afternoon.
പ്രയർ ആരാണ്? പ്രയർ സുധയമ്മ. ഈശ്വര നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴല മാറ്റുകെന്നെ, നന്മതൻ പൂമണം പാരിൽ പരത്തുന്ന പൂമരമായെന്നെ മാറ്റണമേ. ഈശ്വര നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലായി മാറ്റുകെന്നെ, നന്മതൻ പൂമണം പാരിൽ പരത്തുന്ന പൂമരമായി മാറ്റണമേ. അന്യർ വിശന്നവർ കന്നമേകാത്തവർ കില്ല സ്വർഗമെന്നോതി ക്രിസ്തു. അന്യർ വിശന്നവർ കന്നമേകാത്തവർ കില്ല സ്വർഗമെന്നോതി ക്രിസ്തു. അധർമ്മം ജയിക്കരുതെന്നൊരു കൽപ്പന ശ്രീകൃഷ്ണദേവൻ നമുക്കു നൽകി. അധർമ്മം ജയിക്കരുതെന്നൊരു കൽപ്പന ശ്രീകൃഷ്ണദേവൻ നമുക്കു നൽകി. എല്ലാ മതങ്ങളും ദേവാലയങ്ങളും കാക്കണമെന്നു പറഞ്ഞു നബി. എല്ലാ മതങ്ങളും ദേവാലയങ്ങളും കാക്കണമെന്നു പറഞ്ഞു നബി. ഈശ്വര നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലായി മാറ്റുകെന്നെ, നന്മതൻ പൂമണം പാരിൽ പരത്തുന്ന പൂമരമായെന്നെ മാറ്റണമേ. പൂമരമായെന്നെ മാറ്റണമേ. പൂമരമായെന്നെ മാറ്റണമേ. Good afternoon, everybody. If you can change your mind, you can change your life. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതവും മാറ്റാൻ സാധിക്കും. സൈനിങ് ബൈ നിഷ. താങ്ക് യു. Good afternoon, Miss. Good afternoon, ma'am. നിങ്ങൾക്ക് പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്, കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ അല്ലെങ്കിൽ ആ ശബ്ദമാണോ കൂടുതലായിട്ട് കേൾക്കുന്നത്? ഇല്ല, മിസ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മിസ്സിന്റെ സൗണ്ട്. നമുക്ക് കേൾക്കാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. നമ്മൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ? ആ തിയറി നോക്കി അല്ലെ? 4 സ്റ്റേജസ് അല്ലേ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്? അതെ. ഏതൊക്കെ സ്റ്റേജസ് ആണ് പറഞ്ഞത്? ഒരാളൊന്ന് പറഞ്ഞേ. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഏജ് എന്ന് പറഞ്ഞ ഏജ് കാറ്റഗറി. സെൻസറി മോട്ടോർ സ്റ്റേജ് ഏജ് മുതൽ ഏത് ഏജ് വരെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 year, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. ഇനി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 years above. അത് നിങ്ങളോട് നോക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ വൃത്തിയായിട്ട്? എല്ലാവരും അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഈ ആക്ഷയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വയസ്സ് വരെയാണ്? 7 to 11. 7 to 11 years. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. During later childhood, children enter into Piaget concrete operation stage of creative development. They begin to think logically, but are unable to think in abstract terms.
Children developed powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. യാഷയുടെ ആ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികൾ എന്തിലേക്ക് കിടക്കുന്നത്? ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന കാലം എന്ന് പറയുന്നത് അല്ലെ. ഭൗതിക വികസനം കുട്ടികളിൽ ആരംഭിക്കുന്നത് എപ്പോഴാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികളിൽ എന്തുണ്ടാവുന്നത്? ലോജിക്കലായിട്ട് യുക്തിപരമായിട്ട് കുട്ടികള് ചിന്തിക്കാൻ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? ഒരു സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് കുട്ടികൾ എന്തെല്ലാമാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ അല്ലെ. അവർക്ക് ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുകൾ വർദ്ധിക്കുന്നു. അറ്റൻഷൻ ഉണ്ടാകുന്നു. അറ്റൻഷൻ എന്താണ്? അറ്റൻഷൻ എന്താണ്? ശ്രദ്ധ അല്ലെ. ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുന്നു. Then reasoning and abstract thinking. എന്താണ് റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാല്? യുക്തിചിന്തകള് വർദ്ധിക്കുന്നു അല്ലെ. യുക്തിപരമായിട്ട് കുഞ്ഞുങ്ങൾ അബ്സ്ട്രാക്ട് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, ഓരോന്നിന്റെ അർത്ഥം മനസ്സിലാക്കി കുട്ടികള് ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്ന ഒരു സ്റ്റേജ് ആണെന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അഥവാ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്. Yes. Okay. They can focus on more than one aspect of a situation and can universally experience what happens around them. അവരെന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് കുട്ടികള്? ആ ഒരു സ്റ്റേജിലെ കുട്ടികള് അതായത് ഒരു സിറ്റുവേഷൻ മാത്രമാണ്, ഒന്നിലധികം സാഹചര്യം അല്ലെ. ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും എന്താണ് അത് ഒബ്സർവ് ചെയ്യപ്പെടുന്നു അല്ലെ. അവർക്ക് ചുറ്റും സംഭവിക്കുന്നത് അവർ യൂണിവേഴ്സൽ ആയിട്ട് അനുഭവിക്കുന്നു, അതായത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമുക്ക് ചുറ്റും എന്താണെന്ന് സംഭവിക്കുന്നത് അവര് എന്താണ് യുക്തിപൂർവമായി കണ്ട് മനസ്സിലാക്കി എന്താണ് അതിന് ചുറ്റും ഒബ്സർവ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന ഒരു സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ്സും ആ ഒരു സ്റ്റേജിലാണ് നടക്കുന്നത്. നമ്മൾ ആ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ വികസനമാണ് കുട്ടികളിൽ ഉണ്ടാവുന്നതാണ് പഠിച്ചത്. കുറച്ച് പോയിന്റ്സ് പഠിച്ചില്ലേ? Attention. Logical thinking, Logical thinking, reasoning, understanding the principle of conservation, Understanding the principle of conservation, seriation and classification, mass, volume, then numbers, then seriation and the classification. Okay, അപ്പൊ എന്താണ് കുട്ടികളെ അബ്സ്ട്രാക്ട് അത് കൃത്യമായ രീതിയിൽ അതിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജസ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഏത് കാര്യമാണെങ്കിലും അതിനെ വളരെയധികം ഒബ്സർവ് ചെയ്ത് അതിനെ എന്താണ് യുക്തിപരമായി ചിന്തിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾ അവിടെ പഠനം നടത്തുന്നത്. Okay. The major development changes of cognitive ability during this period they are. അപ്പോൾ ഈ കോൺക്രീറ്റ് സ്റ്റേജിലാണ് കുട്ടികളുടെ ലോജിക്കൽ തിങ്കിങ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് കുട്ടികൾ ഒരുപാട് കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ടാകും അല്ലെ. ഭൗതികപരമായിട്ട് വൈജ്ഞാനികപരമായിട്ടൊക്കെ കുട്ടികൾ ഒരുപാട് എബിലിറ്റീസ് ഉണ്ടാകുന്ന ഒരു പീരീഡാണ്. എന്തെല്ലാം എബിലിറ്റീസ് ആണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ഒരു സമയത്ത് കുട്ടികളില് പ്രധാനമായും ഉണ്ടാവുന്നത്? ഓരോരുത്തരും ഓരോ പോയിന്റ് ആയിട്ടൊന്ന് വായിച്ചേ. സെക്കൻഡേ സ്ക്രീൻ കാണാലോ? First stage. During the basic school period, the child's ability to consume information and accumulate ideas increases and his memory becomes more efficient. എന്താണ് ഡ്യൂറിങ് ബേസിക് സ്കൂൾ പീരീഡ്? എന്താണ് ബേസിക് സ്കൂൾ എന്ന് പറഞ്ഞാല് അടിസ്ഥാന സ്കൂൾ കാലഘട്ടം അല്ലെ. നമ്മുടെ അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തില് എന്തൊക്കെയാണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്? എബിലിറ്റി ടു കൺസ്യൂം ഇൻഫോർമേഷൻ, എന്താണ് വിവരങ്ങള് ഉപയോഗിക്കുവാനും അത് ശേഖരിക്കാനും അത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളില് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ത്
അത്രയും കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ടാവുന്ന ഒരു സമയമാണ് ആ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ. അതായത് അടിസ്ഥാന സ്കൂൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തില് വിവരങ്ങൾ ഉപയോഗിക്കുവാനും അത് എന്താണ് ആശയങ്ങൾ ശേഖരിക്കുവാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ സമയം. അപ്പൊ കുട്ടിയുടെ കഴിവ് ആ ഒരു സമയത്ത് എന്താണ് കൂടുതലാണ് അല്ലെ? കുട്ടികളുടെ കഴിവ് ആ സമയത്ത് വർദ്ധിക്കുകയാണ്. ആശയങ്ങൾ കൈമാറാനും ശേഖരിക്കാനും തുടങ്ങുന്ന സമയത്ത് എന്താണ് കുട്ടികൾക്ക് എന്താണ് നോളജ് കുറച്ചുകൂടി കൂടുന്ന ഒരു സമയമാണ്. ഓക്കെ, ഇത് മാത്രമല്ല അവരുടെ മെമ്മറി അതായത് അവരുടെ ഓർമ്മ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതും ഏതൊരു സമയത്താണ്? ഈ ഒരു സ്റ്റേജിലാണ് കുട്ടികളുടെ മെമ്മറി മോർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ചേഞ്ച് ആണ് ആ ഒരു സമയത്ത് കുട്ടികളിൽ ഉണ്ടാവുന്നത്. അതാണ് during the basic school period, the child ability to consume information and accumulate ideas increases and his memory become more efficient. അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തില് വിവരങ്ങൾ ഉപയോഗിക്കുവാനും അത് ആശയങ്ങൾ ശേഖരിക്കുവാനുള്ള കുട്ടികളുടെ കഴിവ് വർദ്ധിക്കുന്നു. അത് മാത്രമല്ല കൂടാതെ എന്താണ് അതിന്റെ മെമ്മറി കൂടുതൽ എന്താ ഓർമ്മ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനും ആരംഭിക്കുന്ന ഒരു സമയമാണ് എന്ത് ഒരു 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ആ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായ ഒരു ചേഞ്ച് ആണ് ആ കുട്ടിയില് ആദ്യം തന്നെ ഉണ്ടാകും. ഓക്കെ, ആദ്യത്തേത് മനസ്സിലായോ? ഒന്നാമത്തേത് മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് ഒന്നൊരാൾ വായിച്ചേ. ഞാൻ വായിക്കാം മാം. His capacity to generalize as well as ability for logical thinking increases. എന്താണ്? His capacity to generalize as well as ability for logical thinking increases. എന്താണ്? അത് എന്തിനുള്ള കപ്പാസിറ്റി വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്? സാമാന്യവൽക്കരിക്കാൻ, ഒരു ഐഡിയനെ ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കുഞ്ഞിന്റെ കഴിവ് വർദ്ധിക്കുകയും പിന്നെന്താണ് അവരുടെ ലോജിക് ചിന്ത, അതായത് യുക്തിപരമായിട്ട് കുഞ്ഞിനെ ചിന്തിക്കാനും ആ ചിന്ത ഇൻക്രീസ് ചെയ്യാനുമുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. അതായത് ഒരു കാര്യം ആ കുട്ടിക്ക് ജനറൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കാര്യത്തെ അതിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നു. അപ്പൊ എന്താണ് അവിടെ എന്ത് പ്രോസസ്സാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? എബിലിറ്റിയാണ് അവിടെ കൂടുന്നത്. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റിയാണ് കുട്ടിയുടെ അവിടെ കൂടുന്നത്. ജനറൽ ആയിട്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ആയിട്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? നമുക്കൊരു കാര്യം കണ്ടു, നമ്മൾ അതിനെ ജനറലൈസ് ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം നമ്മൾ അറിഞ്ഞു, അതിനെ ജനറലൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മൊത്തം അതെങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം എങ്ങനെയാണെന്ന് ഫുള്ളായിട്ട് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറഞ്ഞോളൂ രജനി, എന്താ പറഞ്ഞത്? സാധാരണയാണെന്ന് പറഞ്ഞത് ക്ലിയർ അല്ല കേട്ടോ, ഒന്നുകൂടി പറഞ്ഞതോ. ഒന്നുമില്ല മിസ്, ഒന്നുമില്ല. എന്താ പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ പറഞ്ഞത്? ജനറലൈസ് എന്നുള്ളതിന്റെ മീനിങ് അങ്ങനെ പറഞ്ഞതാ. ജനറലൈസ് എന്ന് വെച്ചാൽ സാമാന്യവൽക്കരിക്കുക അല്ലെ? ഒരു കാര്യത്തെ നമ്മൾ പൊതുവായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ജനറലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ. ആ ഒരു കപ്പാസിറ്റി കുട്ടികളിൽ ഉണ്ടാകുന്നു. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നു. യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവ് കുട്ടിയെ കൂടുന്നു. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? തേർഡ് പോയിന്റ് The child becomes more efficient in selecting, developing and applying cognitive operations in relation to material objects. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? The child become more efficient in selecting, developing and applying cognitive operations in relation to material objects. എന്താണ്? ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക പ്രവർത്തനങ്ങള് തിരഞ്ഞെടുക്കാനും വികസിപ്പിക്കാനും, അതായത് കുഞ്ഞൊരു കാര്യം തിരഞ്ഞെടുക്കാൻ സെലക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നു. ഒരു കാര്യം തിരഞ്ഞെടുക്കാനും അതെങ്ങനെ വികസിപ്പിക്കാം, അതെങ്ങനെ ഉപയോഗിക്കാം അല്ലെ? ഒരു കുഞ്ഞിനൊരു കളിപ്പാട്ടം കിട്ടി, ഒരു കളിപ്പാട്ടം കുറച്ച് കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്,
ഏതാണ് അവന് ഇഷ്ടമുള്ളതെന്ന് സെലക്ട് ചെയ്യാനുള്ളൊരു എന്താണ് ആ ഒരു കഴിവ്, അതിന്നത് അവന് ചെയ്യാൻ അവന് ഇഷ്ടമുള്ളത് അവൻ തിരഞ്ഞെടുക്കുവാനും അതിനെ ഉപയോഗിക്കുവാനും അതെങ്ങനെ ഏതൊക്കെ തരത്തിൽ അതിനെ ഉപയോഗിച്ചെടുക്കാം എന്ന് പിന്നീട് മനസ്സിലാക്കാനുള്ള ഒരു സമയം. ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഒരു സാധനം സെലക്ട് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനുള്ള കുഞ്ഞിന്റെ കഴിവ്. ഓക്കെ, child become more efficient in selecting, underline ചെയ്ത് പോകട്ടോ. Child become more efficient in selecting, developing and applying cognitive operations in relation to material objects. ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും കുട്ടി കാര്യക്ഷമമാണ് മാറുന്നത്. ഒരു കാര്യം സെലക്ട് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെ കുറച്ചുകൂടി ഏബിൾ ആയിട്ട് പെരുമാറുന്ന ഒരു സ്റ്റേജസ് ആണിത്. ഇത് നിങ്ങളുടെ ക്ലാസ്സിലെ ശബ്ദമല്ല, ഇത് തൊട്ടിപ്പുറത്തെ ക്ലാസ്സിലെ ശബ്ദമാണ് കേട്ടോ. അവിടെ നിർത്തി തന്നെയാണ് അവർ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് ഒന്ന് വായിച്ചേ. At this age, the child tends to live in a world of make-believe of which he himself is the creator. At this age, the child tends to live in a world of make-believe of which he himself is creator. എന്താണ് ഈ ഒരു പ്രായത്തിൽ കുട്ടികളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അവരാണ് എല്ലാത്തിലും, അവരാണ് എന്താണ് സ്വയം സൃഷ്ടാവ് അല്ലെ? അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിക്കാണ് ഏറ്റവും മുൻതൂക്കം എന്നുള്ള രീതിയിലൊരു എന്താ പറയുന്നത്, ഈ ലോകം തന്നെ ഉണ്ടാക്കിയേക്കുന്നത് അവരാണെന്നുള്ളൊരു ആ ഒരു മാനസികാവസ്ഥയിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ ഒരു സ്റ്റേജസിലാണ് അങ്ങനത്തെ ഒരു തോന്നലൊക്കെ കുട്ടികളിൽ ഉണ്ടാവുന്നത്. അവരാണ് ഈ ലോകത്തിന്റെ ക്രിയേറ്റേഴ്സ്, സൃഷ്ടാക്കൾ അവരാണെന്ന് തോന്നുന്ന ഒരു ചിന്താഗതി കുട്ടികളിൽ ഉണ്ടാകുന്നു. ഓക്കെ, ഏത് പ്രായത്തിൽ? 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ കാലം. അല്ല, അവര് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? അവര് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി അല്ലെ? അവര് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ഒരു സമയത്താണ് കുട്ടികൾ എന്താണ് അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോൾ എന്താണ് അവർക്ക് തോന്നുന്നത് ചിലപ്പോ എന്താണ് അവരാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് ആ കുട്ടികൾക്ക് ആ ഒരു തോന്നലുണ്ടാകും. അങ്ങനെ ഒരു ചിന്താഗതി രൂപപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എന്ത് ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസ്. ഓക്കെ, മനസ്സിലായോ? At this age, the child tends to live in a world of make-believe of which he himself is the creator. അവരങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അവരാണ് ഈ ലോകത്തിന്റെ ക്രിയേറ്റർ എന്ന് അവരെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് വായിച്ചേ. ഫിഫ്ത്ത് പോയിന്റ് ഞാൻ വായിക്കാം. Children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. ജാസ്മിൻ ഒന്ന് വായിച്ചേ. Children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. എന്താണ് നമുക്ക് മനസ്സിലായത് അഞ്ചാമത്തെ പോയിന്റിൽ നിന്ന്? എന്താണ് പോയിന്റ്? ഒന്ന് 2 പ്രാവശ്യം വായിച്ചു നോക്കിയപ്പോ കിട്ടും. Children become increasingly concerned with the cause and effect. പ്രകൃതിയിൽ നടക്കുന്ന കാരണങ്ങളും അതിന്റെ പ്രതിഭാസങ്ങളും അതിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, അതൊരു എൻവയോൺമെന്റിൽ നടക്കുന്ന ഫിനോമിനകൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ച്. അതായത് ഫിനോമിന എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ നാച്ചുറൽ ഫിനോമിനാസ് നടക്കുന്നുണ്ട്? നാച്ചുറൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? എന്തൊക്കെ നാച്ചുറൽ ഫിനോമിനാസ് ഉണ്ടാവുന്നുണ്ട് നമുക്ക് പ്രകൃതിയില്? ഫ്ലഡ് അതൊക്കെ വരില്ല. ഫ്ലഡ്,
മഴ, weather, അല്ലേ? മഴ ഉണ്ടാകും. യെസ്. അപ്പൊ മഴ ഉണ്ടാകും. അപ്പൊ മഴയെ കുറിച്ച് അതൊരു നാച്ചുറൽ അല്ലേ? എന്താണ് നൗസിബ? ലാൻഡ്സ്ലൈഡ് എന്ന് പറഞ്ഞത്. അങ്ങനെ പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ. അപ്പൊ അവർക്കറിയാം അതെങ്ങനെ ഉണ്ടാകുന്നു. അവരതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾ മഴ പെയ്യുന്ന ആ ഒരു സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ നമ്മളോട് ആദ്യം ചോദിക്കും അന്ന് എങ്ങനെയാ മഴ പെയ്യുന്നത്. ആ ഒരു സമയത്ത് പിന്നീട് അവരുടെ ആ ഒരു കാലഘട്ടം മാറി വരുന്ന സമയത്ത് എന്താണ് മഴ എങ്ങനെ ഉണ്ടാകുന്നു, മഴ എങ്ങനെയാണ് പെയ്യുന്നത്, എന്താണ് അതിന്റെ കാരണങ്ങൾ അല്ലെ, അവരുടെ ആ ഒരു സ്ഥിതി കൃത്യമായ കുട്ടികൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അതിന്റെ കാരണങ്ങളും ആ പ്രതിഭാസങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ചുറ്റുപാടിലുണ്ടാവുന്ന ആ പ്രതിഭാസങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നത് കുട്ടികള് എന്താണ് കൂടുതലായിട്ട് അറിയുന്ന ഒരു കാലഘട്ടമാണ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള സ്റ്റേജ് അല്ലെ. ആദ്യത്തെ സമയത്ത് എന്താണ് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയില്ല മഴ എങ്ങനെ പെയ്യുന്നത്. പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിന്നാണ് ഓരോ ക്ലാസ് പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് കുട്ടികളിൽ എന്തുണ്ടാവുന്നത്, അറിവ് വർദ്ധിക്കുന്നത്, നോളജ് വർദ്ധിക്കുന്നത് അല്ലെ. ആദ്യം നമ്മൾ അക്ഷരങ്ങൾ എഴുതുന്നു, അതിനുശേഷമാണ് വാക്കുകൾ എഴുതുന്നത്, അതിനുശേഷമാണ് നമ്മൾ സെന്റൻസിലേക്ക് എത്തുന്നത് അല്ലെ. അതിനെല്ലാത്തിനും എന്താണ് ഓരോ സ്റ്റേജസ് ഉണ്ട്. ഓക്കെ. കുട്ടികൾ ഈ ഒരു 7 വയസ്സ് മുതലാണ് 11 വയസ്സ് വരെ ആ സമയത്താണ് നാച്ചുറൽ ഫിനോമിനാസിനെ കുറിച്ച് പ്രകൃതിയിൽ നടക്കുന്ന നാച്ചുറൽ ഫിനോമിനാസ് എന്തൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് വ്യക്തിപരമായിട്ട് അവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. അത് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജില് പ്രധാനമായും നടക്കുന്നു. ഓക്കെ, മനസ്സിലായോ അത്? മനസ്സിലായോ? ചോദിക്കാം കേട്ടോ. അതായത് പരിസ്ഥിതിയിൽ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളുടെയും കാരണങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾ മനസ്സിലാക്കി പഠിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മറ്റെന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ആ സമയത്ത് കുട്ടികളിൽ ഉണ്ടാവുന്നത്? 5 പോയിന്റിൽ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? 5 പോയിന്റില് നോക്കിയേ. ഡ്യൂറിംഗ് ദ ബേസിക് സ്കൂൾ പീരീഡിലാണ് കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നത്? കുട്ടികള് ആശയങ്ങള് വിവരങ്ങൾ ഉപയോഗിക്കുവാനും ആശയങ്ങൾ കൈമാറാനൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ് കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് റീസൺ ചെയ്യാനായിട്ട് മെമ്മറി കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ ഉണ്ടാവുന്ന പ്രധാന ചേഞ്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? Generalized as well as for logical thinking increases. സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്? സാമാന്യവൽക്കരിക്കാനുള്ള അവരുടെ കഴിവും യുക്തിപരമായി ചിന്തിക്കാനുള്ള അവരുടെ കഴിവും വർദ്ധിക്കുന്നു. ഒരു കാര്യത്തെ സാമാന്യവൽക്കരിക്കാനും ജനറലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടുന്നു. അതോടൊപ്പം എന്താണ് യുക്തിപരമായിട്ട് അവനെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് കൂടി അവിടെ വർദ്ധിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ കൃത്യമായി സെലക്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അപ്ലൈ ചെയ്യാനായിട്ട് കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഏജിൽ അവരെന്തായിട്ട് തോന്നുന്നു? അവര് ക്രിയേറ്റർ ആയിട്ട് സ്വയം അവരൊരു സൃഷ്ടാവാണെന്ന ഒരു ചിന്താഗതി കുട്ടികളില് രൂപപ്പെടുന്നതാണ് എന്റെ 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. 5th പോയിന്റ് എന്താണ്? പ്രകൃതിയിലെ എന്താണ് എല്ലാത്തരം റിലേഷൻഷിപ്പിനെ പറ്റിയും നാച്ചുറൽ ഫിനോമിനെ പറ്റിയും അതിന്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ വ്യക്തമായിട്ട് കുട്ടികളില് മനസ്സിലാകുന്ന ഒരു കാലഘട്ടം. അവരുടെ നാച്ചുറൽ ഫിനോമിനയിലേക്ക് ബന്ധത്തെ കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജസ് ആണ് എന്താ ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരം ചേഞ്ചസ് ആണ്, ഇത്തരം ചിന്താഗതികളാണ്, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായി, ഇത്തരം ഡെവലപ്മെന്റ്സ് ആണ് കുട്ടികളിൽ ആ ഒരു പീരീഡില് ഉണ്ടാവുന്നത്. ഓക്കെ. കുട്ടികൾ വൈജ്ഞാനികമായി ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഇത്തരത്തിലുള്ള ചിന്താഗതികളെ രൂപപ്പെടുന്നത്. ഓക്കെ. Next, there is a natural tendency in every child to become independent. എന്ത് തരം ടെൻഡൻസിയാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് നാച്ചുറൽ ആയിട്ട്?
എന്ത് ടെൻഡൻസി ആണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്? സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വന്തമായി ചെയ്യാൻ. ഇൻഡിപെൻഡന്റ് ആവുക അല്ലെ? ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രനാകാൻ അല്ലെ? ഓരോ കുട്ടിയും ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വതന്ത്രനായിട്ട് ഇരിക്കാനാണ്, അവർ ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത്. The child wants to explore the movement and gain control over his or her muscles and develop better coordination. എന്താണ് പറയുന്നത്? കുട്ടികൾ എന്ത് എക്സ്പ്ലോർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? കുട്ടികളുടെ ചലനങ്ങളിൽ, അവരുടെ ചലനങ്ങൾ അതനുസരിച്ച് മോട്ടോർ ആക്ടിവിറ്റീസിൽ അവരുടെ മസിൽസിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവരെന്താണ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അല്ലെ, പര്യവേക്ഷിക്കാനാണ് കുട്ടികൾ അത് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ മോട്ടോർ ഡെവലപ്മെന്റ്സും മസിൽ ഡെവലപ്മെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും കുട്ടിയിൽ എന്തുണ്ടായിരിക്കുക? ബെറ്റർ കോർഡിനേഷൻ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ? അതായത് മികച്ച തരത്തിലുള്ള ഏകോപനം ഉണ്ടായിരിക്കണം. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടികളിലെ ആ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? അവരുടെ കൃത്യമായിട്ടുള്ള മസിൽസുകളും മറ്റ് ഡെവലപ്മെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എന്ത് സംഭവിക്കുക? ബെറ്റർ ആയിട്ടൊരു കോർഡിനേഷൻ, നല്ല രീതിയിൽ ഏകോപനം ശാരീരികമായും മാനസികമായും കുട്ടികളിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to lag behind in developing motor skills. എന്താണ് പറയുന്നത്? If opportunities are not given, എന്താണ് പറയുന്നത്? കുട്ടികൾക്ക് നമ്മൾ അവസരങ്ങൾ നൽകിയില്ല എങ്കിൽ എന്താ സംഭവിക്കുക? അവർക്ക് വികസിക്കാനുള്ള അവസരം നമ്മൾ നൽകിയില്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും കുട്ടികൾ ഉണ്ടാവുന്നത്? They are not likely to become self-confident. എന്താണ്? അവർക്ക് ഒരിക്കലും സ്വയം ആത്മവിശ്വാസം ഇല്ലാത്തവരായിട്ട് മാറും. അവർക്ക് അവസരങ്ങളില്ല, അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള അവസരങ്ങളില്ല. ഓരോന്ന് ചെയ്താൽ മാത്രമായിരിക്കും എന്തുണ്ടാവുന്ന അവര് സെൽഫ് കോൺഫിഡൻസ്. നമ്മളത് അങ്ങനെയല്ലേ, നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ഒരു അവസരം നൽകിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ അല്ലെ? ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് എന്താ ഉണ്ടാവുന്നത്? ഞാൻ നന്നായിട്ട് ചെയ്ത് ഒരു കോൺഫിഡൻസ് ഇപ്പൊ വന്നത്. നമുക്ക് ചെയ്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുക? കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക അല്ലെ? ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ അങ്ങനത്തെ അവസരങ്ങൾ, അവരെ എബിലിറ്റീസ് വർദ്ധിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തില്ല എങ്കിൽ എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. മാത്രമല്ല എന്താണ്? ആർ ലൈക്ലി ടു ലാഗ് ബിഹൈൻഡ് ഇൻ ഡെവലപ്പിംഗ് മോട്ടോർ സ്കിൽസ്. എന്താ സംഭവിക്കുന്നത്? മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവാൻ വൈകും. മോട്ടോർ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ലാഗ് ചെയ്യും അല്ലെ? മറ്റേ മോട്ടോർ ആക്ടിവിറ്റീസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയങ്ങൾ വൈകുകയാണ്. കാരണം എന്താണ്? അവർക്ക് അവസരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള അവസരങ്ങൾ നൽകപ്പെടുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല, അവരുടെ മറ്റ് പ്രവർത്തനങ്ങളെ കൂടി എന്താണ് അത് ബാധിക്കും. ഓക്കെ. എന്താണ്? ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങള് എന്താണ് ഒരു പിടി പിന്നിലേക്കായിരിക്കും. ഓരോ കാര്യം ചെയ്യാനായിട്ട് കുട്ടികളെ മുന്നിലോട്ട് വരാതിരിക്കും. അവർക്ക് സ്വയം ഒരു ആത്മവിശ്വാസം ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ പിന്നിലേക്ക് വലിയ സാഹചര്യം ഉണ്ടാവും. Children generally start speaking words like ba, pa, ma around 6 months and gradually their vocabulary increases. എന്താണ് പറയുന്നത്? കുട്ടികൾ ആദ്യത്തെ സമയങ്ങളിൽ എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്? ജനറലി ആയിട്ടൊരു സ്പീക്കിംഗ് എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്? ബാപ്പ, അമ്മ. കൃത്യമായിട്ട് വാക്ക് പറയോ? ഇല്ല മാം. വേർഡ്സ് ആയിരിക്കും പറയുന്നത് അല്ലെ? അവരെ വൊക്കാബുലറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്ത്? അറൌണ്ട് 6 months അല്ലെ? ഏകദേശം ഒരു 6 മാസം കഴിയുന്ന സമയത്ത് കുഞ്ഞുങ്ങള് ചെറിയ സൗണ്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. നിങ്ങൾക്കറിയാലോ, ഒരു 6 മാസത്തിന് ശേഷമുള്ള കുട്ടികളുടെ ഒക്കെ ഒരു സൗണ്ട് എങ്ങനെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്? എങ്ങനെയാ അവർ സംസാരിക്കുക? എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്? ഓരെന്തൊക്കെയോ പറയും. ഒന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലെ? ചില ശബ്ദങ്ങളായിരിക്കും ഇവിടെ കൊടുത്തുള്ളതിന്റെ ചിലപ്പോൾ മായായിരിക്കും വരുന്നത്. ചായ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്.
ഓക്കെ, അത് അവർ പഠിച്ചു തുടങ്ങിയ വൊക്കാബുലറി അവർ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണത് അല്ലെ. അപ്പൊ നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലല്ലേ പറഞ്ഞത് എന്തുണ്ടാകുന്നു, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലേ. വൊക്കാബുലറീസ് പഠിക്കുന്ന ഒരു സമയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എങ്ങനെ, അവരുടെ ചെറിയ സ്പീക്കിംഗ് വേർഡ്സിലൂടെ ചെറിയ സ്പീക്കിംഗ് വേർഡ്സിലൂടെയാണ് കുട്ടികൾ എന്തുണ്ടാവുന്നത്, വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നത്, ഓരോ പദങ്ങള് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, talking to them and encouraging them to talk on stage is very important for their language development. എന്താ പറയുക ഒരു പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി, ഇത് പറഞ്ഞത് എന്താണെന്ന്. നമ്മൾ അവരോട് സംസാരിക്കുന്നതും അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നന്നാവാനായിട്ട് സഹായിക്കും. നമ്മള് കുട്ടികള് അവര് ചെറിയൊരു വാക്കാണെങ്കിൽ അവർ പറയുമ്പോൾ അതിനെ നമ്മളും കൂടെ പറയുന്ന രീതിയിൽ അവരോട് സംസാരിക്കും. നമ്മള് കുഞ്ഞു കുട്ടികളോട് സംസാരിച്ചിട്ടാണ് അവര് സംസാരിക്കാന്ന് തന്നെ ആരംഭിക്കുന്നത് അല്ലെ. നമ്മളുടെ ശബ്ദങ്ങൾ കേട്ടിട്ട് നമ്മൾ പറയുന്ന ആ ഒരു മൂവ്മെന്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് കുട്ടികൾ എന്ത് പറയുന്നത്, ആ ചെറിയ വാക്കുകളെങ്കിലും പ്രൊനൗൺസ് ചെയ്ത് വരുന്നത്. അപ്പൊ എന്താണ് അവരെ എൻകറേജ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, അവരോട് സംസാരിക്കുക. നമ്മൾ കുഞ്ഞു വാവകളോടൊക്കെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്കറിയാലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും അവരതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ? ശരിയാണ് മാം. അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കുറെ പ്രാവശ്യം പറയുമ്പോഴേ അവര് പറയുള്ളൂ. പറഞ്ഞാണ് അതിൽ നമ്മൾ സംസാരിക്കും. അമ്മ സംസാരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് എന്തെങ്കിലും അവർ നല്ലോണം സംസാരിച്ച് കുട്ടികൾ അതുപോലെ തിരിച്ച് സംസാരിക്കാനായിട്ട് ആരംഭിക്കും. അതുപോലെ മിണ്ടാതിരിക്കുകയാണെങ്കിലോ കുട്ടികളോടൊന്നും സംസാരിക്കുന്നില്ല, വെറുതെ കളിപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ എന്താണ് അവർക്ക് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി വരെ, അവർക്ക് എൻകറേജ്മെന്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികള് അങ്ങനെയുള്ള കാറ്റഗറി ഉണ്ട്. Early stimulation helps the practice to mastering the language. And then early stimulation helps the practice mastering the language എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ആക്ഷൻസ് ആണ് അല്ലെ. അതായത് കുഞ്ഞിൽ ആദ്യം ഉണ്ടാകുന്ന ആക്ഷൻസ് ആണ്. ആക്ഷൻസിലൂടെയാണ് കുഞ്ഞിലേക്ക് വരുന്നത്, ലാംഗ്വേജ് ഡെവലപ്മെന്റിലൂടെ വരുന്നത്. അവൻ ആദ്യം ബോഡി ആക്ഷൻസ് കുഞ്ഞ് പുറപ്പെടുവിക്കുന്നത്, കൈ പൊക്കുന്നു, കാല് പൊക്കുന്നു, തലയാക്കുന്നു, തലതിരിക്കുന്നു അല്ലെ. അങ്ങനെ ആ ഒരു സ്റ്റേജ് ഇങ്ങനെ അതിന്റെ ആ ബോഡി മൂവ്മെന്റ്സിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ടാണ് ആൾക്ക് എന്തുണ്ടാവുന്നത്, ആളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്, ആൾക്ക് പ്രാക്ടീസ് കൊടുക്കപ്പെടും. ഓക്കെ, there are many children who do not get the right kind of environment during childhood days. There are many children who do not get the right kind of environment. എന്താണ് പറയുന്നത്, ചില കുട്ടികൾക്ക് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ എന്ത് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്, റൈറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, നല്ലൊരു അന്തരീക്ഷം ആ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അപ്പോ അങ്ങനെ ലഭിക്കാതെ വരുന്ന കുട്ടികളിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തായിരിക്കാം സംഭവിക്കുക? There is no one to boot them at any facility. അവരെ ബൂട്ട് ചെയ്യാനായിട്ട് അല്ലെ, അവരൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ലെങ്കിൽ എന്താണ്, അവര് ഓൾറെഡി എന്താണ് അവർക്ക് യാതൊരു രീതിയിലുള്ള കോൺഫിഡൻസുകളോ മറ്റ് ആക്ടിവിറ്റീസ് വികസിക്കാനുള്ള യാതൊരുവിധ ഓപ്പർച്യൂണിറ്റീസും ഇല്ലാതായിപ്പോയാൽ എന്താ സംഭവിക്കുക, കുട്ടികള് എന്താണ് ഒന്നിനും കഴിയാത്ത കുട്ടികളായിട്ട് അല്ലെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടികളായിട്ട് പിന്നിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അല്ലെ. അവർക്ക് നല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ആരാണ്, പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്, അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിലൊരു എൻവയോൺമെന്റ് കൊടുത്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്, എന്തായിരിക്കാം സംഭവിക്കുന്നത്, അവരുടെ സ്കിൽസ് ഒന്നും ഡെവലപ്പ് ആവില്ല. സ്കിൽസ് ഡെവലപ്പ് ആവില്ല, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആവില്ല, മറ്റ് എബിലിറ്റീസ് ഒന്നും തന്നെ കുട്ടികളില് പ്രൊമോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുന്നത്, കുഞ്ഞിനെ നമ്മൾ നടക്കാൻ, കുഞ്ഞ് ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് പിടിക്കും. അതിനുശേഷം അവന്റെ ഓരോ ചുവടിലും എന്താണ് നമ്മളൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് കൊടുത്ത് അതിനുശേഷം എന്താണ് അവന് പിടിക്കാൻ മറ്റൊരു ഉപകരണം നമ്മൾ കൊടുക്കും അല്ലെ, വാക്കിംഗ് സൈക്കിളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണം കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യും. കുഞ്ഞെന്താണ് അതിൽ പിടിച്ച് പതിയെ നമ്മളപ്പോ വീഴാവുന്ന സമയത്ത് കുഞ്ഞിനെ പോയി പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആദ്യം 2-3 പ്രാവശ്യം നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യും വീഴാതിരിക്കാനായിട്ട്. പിന്നെ ഗ്രാജുവലി എന്ത് സംഭവിക്കുന്നു, പിന്നെ നമ്മുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നടക്കാനായിട്ട് ആരംഭിക്കും.
ആദ്യം എന്താണ് നമ്മുടെ സപ്പോർട്ടോട് കൂടിയാണ് പിന്നെ നടക്കാൻ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, നമ്മളൊരു എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെ നല്ലൊരു പാരിസ്ഥിതിക സിറ്റുവേഷനിൽ മാത്രമായിരിക്കും നിങ്ങൾ എന്തുണ്ടാക്കാൻ കഴിയുന്നത്, ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത് ബൂട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. Even if they have all the potential, environmental conditions prevailing at home tend to curtail their growth and development. ഇപ്പൊ ഒരു കാലഘട്ടത്തില് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് എന്താണ്, നമ്മളിപ്പോ വീട്ടിൽ നിന്നാണ് കുട്ടികൾ ഓരോന്ന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇപ്പൊ പാരന്റ്സ് ഒക്കെ ഇപ്പൊ ജോലിക്ക് പോകുന്ന പാരന്റ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നേരെ രാവിലെ പോകുമ്പോഴൊന്നും കുട്ടികൾ നോക്കാനുള്ള സമയമില്ല. ആ ഒരു സമയത്ത് കുട്ടികൾക്ക് എന്താണ് കൊടുക്കുന്നത്, എന്തെങ്കിലും കാർട്ടൂൺസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് പോകും. അപ്പൊ അവിടെ എന്താണ്, ആ കുഞ്ഞ് ആ ഒരു മുറിയിൽ ഇരിക്കുകയാണ്. മുറിയിൽ എത്ര നേരം വേണമെങ്കിലും ആ കാർട്ടൂൺസ് കാണാം. അപ്പൊ അവിടെ അവൻ എന്തെങ്കിലും എബിലിറ്റീസ് അവിടെ ഉണ്ടാവുന്നുണ്ടോ, എന്തെങ്കിലും സ്കിൽ അവന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോ മാം. എന്താ സംഭവിക്കുന്നത് അപ്പൊ അവിടെ? നമ്മുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് വരും അവിടെ. സപ്പോർട്ട് ഇല്ലാതെ കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത്? ഗ്രോത്തും ഡെവലപ്മെന്റും ഒന്നും ഉണ്ടാവത്തില്ല. അവര് ആ ടി വി കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. യെസ്, അവരുടെ വളർച്ചയുടെയും വികാസത്തിനെയാണ് അത് ബാധിക്കുന്നത് അല്ലെ. അവർക്ക് കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമുക്ക് കൊടുത്തില്ലെങ്കിൽ എന്താണ്, മോശമായ അനുഭവങ്ങൾ, മോശമായ സിറ്റുവേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാർട്ടൂൺ എത്ര നേരമെങ്കിലും വെച്ച് കൊടുക്കാന്നുള്ളത് ഇല്ല അല്ലെ. കുറച്ചു നേരമൊക്കെ വെക്കാം, അതിൽ കൂടുതൽ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കാണുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് യാതൊരു വിധത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നില്ല. അവർ ആ ഒരു കോൺസെപ്റ്റ് മാത്രം ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു മായാലോകത്തിൽ അതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. വേറെ തരത്തിലുള്ള അവർക്ക് മോട്ടോർ ആക്ടിവിറ്റീസ് ഒക്കെ പുറത്തു പോയി കളിക്കാനോ, കൂട്ടുകാരില്ല, വീട്ടിൽ കളിക്കാൻ പാരന്റ്സ് ഇല്ല, മുത്തശ്ശിയില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ എന്താണ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്രസ്ഡ് ആയി പോകുന്നു. ഇങ്ങനെ ഒതുങ്ങി പോകുന്ന കുട്ടികളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഈ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞെന്നുള്ളത് കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഈ 5 പോയിന്റ്സ് ആണ്. 5 പോയിന്റ്സ് പഠിച്ചു വെക്കണം കേട്ടോ. ഈ 5 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കുക. ഓക്കെ, നമുക്ക് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് കൂടി പറയാം. ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്, മാനസിക വികസനം നടക്കുന്ന ഏരിയാസുകൾ ഏതൊക്കെയാണ്? ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് കണ്ടോ? ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് ഏരിയ ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. പ്രധാനമായിട്ട് മാനസിക വികസനം നടക്കുന്ന ഏരിയാസുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? കോൺസെപ്ഷൻ ഫോർമേഷൻ. എന്താണ് കോൺസെപ്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാല്? കോൺസെപ്റ്റ് എന്താണ്? കോൺസെപ്റ്റ് ആശയം. അപ്പൊ എന്താണ് കോൺസെപ്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാല്? യെസ്, ആശയങ്ങൾ രൂപീകരിക്കണം അല്ലെ. ആശയ രൂപീകരണം. മാനസികമായ വികസനം നടക്കുന്ന സമയത്ത് എന്താണ്, ഒരു കോൺസെപ്റ്റ് രൂപീകരിക്കാനുള്ള ഒരു ശേഷി കുട്ടികളില് വർദ്ധിക്കുന്നുണ്ട്. കോൺസെപ്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയങ്ങളെ രൂപീകരിക്കാനുള്ള ഒരു കഴിവ്, ആശയ രൂപീകരണം. ഓക്കെ, സെക്കൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്? എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ഒരു കഴിവ്. പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു കഴിവ് അല്ലെ. പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്, പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു കഴിവ്, സ്കില്ല് അല്ലെ. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ.
ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. എന്താണ് സെൻസേഷൻ, എന്താണ് പെർസെപ്ഷൻ? സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസ് ചെയ്യുക. കുഞ്ഞ് എന്ത് വെച്ചാണ് സെൻസേഷൻ നടത്തുന്നത്? ഇപ്പൊ കുഞ്ഞ് ഒരു റോസാപ്പൂ കണ്ടു, ഒരു മുല്ലപ്പൂ കണ്ടു. റോസാപ്പൂവിന്റെ മണം തിരിച്ചറിയാം. കുഞ്ഞിനെ റോസ് മണക്കുമ്പോൾ അത് റോസാപ്പൂവാണ്, ജാസ്മിൻ മണക്കുന്ന സമയത്ത് അത് മുല്ലപ്പൂവാണെന്ന് കുഞ്ഞിനെ തിരിച്ചറിയാൻ സാധിക്കും അല്ലെ? അവന്റെ സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? അത് ഏതെല്ലാം പൂക്കളാണെന്ന് ആ ഒരു ആ സ്മെല്ലിലൂടെ അവൻ മനസ്സിലാക്കുന്നു. അവിടെ എന്ത് നടക്കുന്നുണ്ട്? സെൻസേഷൻ നടക്കുന്നുണ്ട് അല്ലെ? അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു കാര്യം കുഞ്ഞ് സെൻസ് ചെയ്ത് മനസ്സിലാക്കുന്നു. പൂക്കൾ എന്ന് പറയാൻ നമ്മൾ മണത്ത് കണ്ടൊക്കെയാണ് അത് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ സാധനം മണക്കാൻ കൊടുക്കുന്നത് ഏതാണോ അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കഴിവ് അല്ലെ? സെൻസ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെപ്ഷൻ ഉറപ്പിക്കാൻ അല്ലെ? അതിന്റെ അത് മുല്ലപ്പൂ തന്നെയാണെന്ന് കുഞ്ഞ് ഉറപ്പിക്കാൻ ഒരു ധാരണ അല്ലെ? പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ധാരണ, അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവ് കുട്ടിയിലും ഉണ്ടാകും. അത് മുല്ലപ്പൂവാണ് എന്ന് കുഞ്ഞ് ഉറപ്പിക്കാൻ അല്ലെ? ആ മണം മനസ്സിലാക്കി കുഞ്ഞ് എന്ത് ചെയ്യുന്നു? അത് മുല്ലപ്പൂവാണെന്ന് തിരിച്ചറിയുന്നു. ഓക്കെ, അതാണ് ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. പൂവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതെല്ലാ കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. എന്താണ് MT5 ആര് ഭയങ്കര മൂടിയാണല്ലോ? ഒരു റെസ്പോൺസും ഇല്ല, ഒരു ഇഷ്ടമില്ലാതെ ഇങ്ങനെ ക്ലാസ് ചെയ്തിരിക്കണം ആണോ? പ്രകൃതി മൂടലാണ്. ഇന്ന് പ്രകൃതിയും മൂടലാണ്. പ്രകൃതി മൂടില്ല, പ്രകൃതിയും മൂടലാണ്. വെയിലൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയല്ല, നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മാറി നമ്മൾ ഇരുന്ന ക്ലാസ്സിലല്ലേ ഇരിക്കുന്നത്. ഇപ്പോ ക്ലാസ് അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി. അടുത്ത ഏരിയ ആണ് എന്താ? ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി. ഓക്കെ, പനിയാണ് അല്ലെ? നമ്മുടെ കാലാവസ്ഥ മാറിയിട്ടുള്ളതാണ്. ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞാല് നമ്മുടെ ബുദ്ധി വികാസം. ബുദ്ധിയാണോ മെമ്മറി? ഓർമ്മശക്തി ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ? മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യുന്നു. ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി, ഓർമ്മശക്തി വർദ്ധിക്കുന്നു. മാനസികമായ വികസനം നടക്കുന്ന ഏരിയാസുകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആദ്യത്തെ എന്താണ് പറഞ്ഞത്? മാനസികമായി നമുക്ക് കോൺസെപ്റ്റ് ഫോർമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്താണ്? പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, ഒരു കാര്യം സെൻസ് ചെയ്തത് കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ അതുപോലെ തന്നെ എന്താണ്? മെമ്മറി, ഓർമ്മശക്തി ഉണ്ടാവും. ഇതൊക്കെ മെന്റൽ ആയിട്ട് കണക്റ്റഡ് അല്ലേ? മാനസികമായി കണക്ട് ചെയ്യുന്ന ഡെവലപ്മെന്റ്സ് അല്ലേ? ഇനി ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്. എന്താണ് തിങ്കിങ് ആൻഡ് റീസണിങ്? ആലോചിക്കാനും ചിന്തയുടെയും യുക്തിപരമായിട്ടുള്ള ഒരു വികസനം. ചിന്തയുടെയും യുക്തിയുടെയും വികസനമാണ് എന്താ? ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്. Then development of imagination. Development of imagination എന്താണ്? സാങ്കല്പിക വികസനം. ചിന്തിക്കാനുള്ള കഴിവ്. ഭാവനയുടെ വികസനം അല്ലെ? ഭാവന, ഇമാജിനേഷൻ എന്താണ്? ഭാവന, സാങ്കല്പികമായിട്ടൊക്കെ ചിന്തിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി. Then language development, ഭാഷാ വികസനം. Language development, ഭാഷാ വികസനം. Okay, these are the areas of mental development. ഒരാളില് മാനസികമായിട്ട് വികസനം നടക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസുകളാണ്. എന്തൊക്കെയാണ്? ഒരാളൊന്ന് പറഞ്ഞേ, എന്തൊക്കെ ഏരിയാസിലാണ്? ഫോർമേഷൻ, രൂപീകരണം, ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, സെൻസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ്.
പിന്നെ ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി, ഓർമ്മശക്തി വർദ്ധിക്കുക. ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്, ചിന്തയുടെയും യുക്തിയുടെയും വികസനം. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ഭാവനകൾ വികസിക്കുക. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷ വികസിക്കുക. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഏരിയാസ് ഏതൊക്കെയാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് മാം. യെസ്. ഞാൻ അടുത്ത ക്ലാസ് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി പറഞ്ഞുതരാം. അത് നമ്മൾ ഒന്നുമില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്രൊവൈഡിങ് എൻവയോൺമെന്റ്, ഹോം ആൻഡ് റോൾ പാരന്റ്സ് ടീച്ചേഴ്സ് ആണ്. കുറച്ച് കാര്യങ്ങളുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ഒരു ഭാഗം കണ്ടോ, മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ചൈൽഡ് എന്ന് പറഞ്ഞു കണ്ടോ? കണ്ടോ? അത് എന്താണ് ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാല്, ഓരോ ഇപ്പൊ ഒരു പല ഏജസ് പറയുന്നത്, 6 month ഉള്ള ഒരു കുട്ടീനെ പറയുന്നുണ്ട്, 3 വയസ്സുള്ള കുട്ടിയുണ്ട്, 4 വയസ്സുള്ള കുട്ടിയുണ്ട്, 5 വയസ്സുള്ള കുട്ടിയുണ്ട്. അങ്ങനെ 4 കാറ്റഗറിയുള്ള കുട്ടികള് അവരുടെ ആ ഒരു സ്റ്റേജസിൽ ഉണ്ടാകുന്ന, അതായത് അവര് ഇപ്പം 6 മാസമുള്ള കുട്ടിയില്, 6 മാസമുള്ള കുട്ടിയാണ്, ഇപ്പൊ I am 6 month old എന്ന് പറഞ്ഞാൽ 6 മാസമുള്ള കുട്ടി, ആ കുട്ടികളുടെ ഡെവലപ്മെന്റ്സ് അവന്റേതായ ഭാഷയിൽ അവൻ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നോക്കിയിട്ട് വരാം. ഇപ്പൊ ജാസ്മിൻ ഇപ്പൊ 6 വയസ്സുള്ള കുട്ടിയായിരിക്കും. ഇപ്പൊ ജാസ്മിൻ ഇത് വായിക്കണം, ജസ്റ്റ് നിങ്ങൾ വായിക്കാനാണ് കേട്ടോ, വേറെ ഒന്നുമില്ല, നിങ്ങളൊന്ന് വായിച്ച് അവതരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജാസ്മിൻ 6 month ക്ലാസ്സിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ നോക്കിക്കൊണ്ട് വന്നാൽ മതി. ജാസ്മിൻ 6 month ആണ്. അപ്പൊ ജാസ്മിൻ ആണ് വായിക്കുന്നത്. I am 6 month old എന്ന് പറഞ്ഞാൽ ജാസ്മിൻ 6 വയസ്സുള്ള കുട്ടികളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് എത്ര പോയിന്റ്സ് ആ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ അത്രയും പോയിന്റ്സ് ജാസ്മിൻ പറയാം. നെക്സ്റ്റ് അത് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തത് ആരാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ആരാണ്? ഗോപിക ഗോപാലകൃഷ്ണൻ. ഗോപികയ്ക്ക് 1 വയസ്സായി കേട്ടോ. ഗോപിക എന്നെ പിന്നെ പറയാൻ പോകുന്നത് 1 വയസ്സായ കുട്ടിയാണ് ഗോപിക. ഗോപികയുടെ ഫീച്ചേഴ്സ് ഗോപിക ഇവിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കും. I can run, I love to jump, I hop, run in ample space എന്നൊക്കെ പറഞ്ഞ് ഗോപിക അവതരിപ്പിക്കണം. ഓക്കെ, ഗോപിക്ക് എത്ര വയസ്സാണ്? 1 വയസ്സ്. 1 വയസ്സ്. ജാസ്മിന് 6 മാസം കേട്ടോ. മിസ്സേ, അപ്പൊ നമ്മള് ഇപ്പൊ പറയണെന്ന് പറഞ്ഞത് ഈ 7 point അല്ലേ? 7 point. അടുത്തത് പിന്നെ എത്ര വയസ്സാണ്? 3 years ആയിട്ടുള്ള ആരാണ്? രാജലക്ഷ്മി. രാജലക്ഷ്മിക്ക് ഇപ്പൊ 3 years ആണ്. അപ്പൊ രാജലക്ഷ്മിയുടെ 3 yearsലുള്ള എക്സ്പീരിയൻസ്, രാജലക്ഷ്മി എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് പറയാം. ഓക്കെ, 4 years അത് 2 points ആയിട്ടുള്ളൂ. പിന്നെ 4 വയസ്സുള്ളത് ആരൊക്കെയാണ്? 4 വയസ്സുള്ള എസ്തർ ആരാണ്? മനസ്സിലായോ നിങ്ങളൊരു കാര്യം? അപ്പൊ നിങ്ങൾ ഓരോ ഏജ് അങ്ങനെ ഡേറ്റ് എടുത്തിട്ട് നിങ്ങൾ ആ പോയിന്റ്സുകൾ പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. 6 മാസമുള്ള കുട്ടി ചെയ്യുന്ന അവരുടെ ആക്ടിവിറ്റീസ് ആണ്, അവൻ എങ്ങനെയാണെന്നുള്ളത് അവൻ അവന്റേതായ ഭാഷയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഓരോ സ്റ്റേജിലും കുട്ടികളുടെ ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് നോക്കിയിട്ട് വരാം, എന്നിട്ട് നിങ്ങളൊന്ന് അവതരിപ്പിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ആർക്കാണെങ്കിലും അത് നമ്മള് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണോ ഓരോ പോയിന്റും? എളുപ്പമൊന്നുമില്ല അത് പറയാൻ, അത് വെറുതെ ഒരു കുട്ടിയുടെ ലാംഗ്വേജിൽ എഴുതിയാക്കുന്നുള്ളൂ. I can sit, I love to look interesting mobile phone ഒക്കെ. എനിക്ക് തൊട്ടിലേക്ക് കിടന്നിട്ട് എന്താണ് മൊബൈൽ കാണാനാണ് ഇഷ്ടം. അത് ആ 6 മാസമുള്ള കുഞ്ഞിന്റെ ഭാഷയിൽ നമ്മൾ അവതരിപ്പിക്കുന്നുള്ളൂ കേട്ടോ. എളുപ്പമാണ്, അത് വായിച്ചു വെക്കാൻ മതി. നിങ്ങൾ ഇത്രയും പോയിന്റ്സ് എന്തായാലും പേടിക്കൊന്നും വേണ്ട, ഒക്കെ ചെറിയ കുട്ടികളുടെ ഭാഷയിൽ പറയുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. I can express my toilet needs എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ്? മൂത്രിക്കാൻ ടോയ്ലറ്റ് നീഡ്സ് ഉള്ളതൊക്കെ ചെയ്യാനായിട്ട് എനിക്കറിയാം.
അല്ലേ? Then I can dress and undress and I love to dress and undress myself. ഡ്രസ് ഇടാൻ ഇഷ്ടമാണ്, ഡ്രസ് ഇല്ലാതെ നടക്കാൻ ഇഷ്ടമാണ്. എത്ര വയസ്സുള്ള കുട്ടിയാണോ പറയുന്നത്? 3 years ആയിട്ടുള്ള കുട്ടി പറയുന്ന കാര്യമാണ് കേട്ടോ. സോറി 4 years ഉള്ള കുട്ടി പറയുന്നത്. ആ അതൊന്ന് ജസ്റ്റ് വായിച്ച് നിങ്ങളൊന്ന് അവതരിപ്പിക്കാനാണ്. എന്തെങ്കിലും ആക്ടിവിറ്റി തരണ്ടേ? അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. എളുപ്പമല്ലേ? പാടുണ്ടോ എന്തെങ്കിലും? മനസ്സിലായോ നിങ്ങക്ക്? ആർക്കാണ് മനസ്സിലാവാത്തത്? ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ്. ക്ലിയർ ആണ് മിസ്സേ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിഫൻസ് മെക്കാനിക്സിന്റെ നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരയച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല. പറയാട്ടോ, പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. Ma'am, may I sign out? യെസ്. Do good for others. I will come back in unexpected ways. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. സൈൻ ഔട്ട് ബൈ നിഷ. താങ്ക് യു. വെരി ഗുഡ്, താങ്ക് യു. ലീവ് ചെയ്തോളൂ. താങ്ക് യു. Thank you, ma'am.